മനുഷ്യന്റെ അവന്റെ ഭ്രൂണത്തെ പോലും ശൈശവാവസ്ഥയെ പോലും നശിപ്പിക്കുന്ന വൃത്തികെട്ട ഏർപ്പാടുകൾ വരെ കടന്നു വന്നത് എന്തുകൊണ്ടാ നമ്മൾ ശരിക്കും പഠിക്കേണ്ട വിഷയമുണ്ട്. ഈ ഹറാമുകൾ മുഴുവനും മനുഷ്യന്റെ സുരക്ഷക്ക് ഭീഷണിയാണ്. ഒരാൾക്കും സംശയമല്ല. അപ്പൊ സാധാരണ നമ്മുടെ കൂട്ടത്തിൽ വരുന്ന സംഗതി പുകവലി അല്ലേ? പുകവലി എന്താ? മനുഷ്യന്റെ സുരക്ഷക്ക് ഭീഷണിയാണ്. ആരും തർക്കമില്ല, ആർക്കും തർക്കമില്ല. കള്ളുകുടി എന്താ? മനുഷ്യന്റെ സുരക്ഷക്ക് ഭീഷണിയാ. വ്യഭിചാരമെന്താ? അതും മനുഷ്യന്റെ സുരക്ഷക്കുള്ള ഭീഷണിയാണ്. പീഡനങ്ങൾ, ബലാത്സംഗങ്ങൾ, കൂട്ടിക്കൊണ്ടുപോകലുകൾ, തട്ടിക്കൊണ്ടുപോകലുകൾ, ഇതെല്ലാം നമ്മുടെ സമുദായത്തില്, ഈ മനുഷ്യ സമൂഹത്തിൽ എല്ലാം മാനവ സുരക്ഷയ്ക്ക് വിരുദ്ധമായി കടന്നു വരുന്ന വിഷയങ്ങൾ. അവിടെയാണ് കൃത്യമായി മതം ഇടപെടുന്നത്. പാടില്ല, ഹറാമ് പാടില്ല, ഹറാമ് പാടില്ല. പലപ്പോഴും ഒരു കുടുംബമായി ജീവിക്കുന്നവരെന്ന നിലക്ക് നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിനകത്ത് പോലും സംഭവിക്കുന്ന അസ്വസ്ഥതകളുടെ, അസ്വാരസ്യങ്ങളുടെ ഒരു കാരണം എന്തെന്ന അന്വേഷണത്തിന്റെ ഭാഗമായി നമ്മളൊന്ന് ഇറങ്ങിത്തിരിച്ചാൽ നമുക്ക് ബോധ്യമാകുന്ന കുറെ വിഷയങ്ങളുണ്ട്. അതിലൊന്നും എന്താ അറിയോ? കുടുംബ ജീവിതത്തിനകത്തേക്ക് മതത്തെ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. മനുഷ്യരെ തമ്മിലുള്ള ബന്ധങ്ങളിൽ മതം കടന്നു വരുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധങ്ങളിൽ മതം കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ്. മതം മനുഷ്യന്റെ സുരക്ഷയാണ് എന്ന് നമ്മൾ ക്യാപ്ഷൻ വെച്ചപ്പോ, ഹെഡിങ് കൊടുത്തപ്പോ നമ്മൾ ബോധ്യപ്പെടേണ്ട, നമുക്ക് ബോധ്യമാകേണ്ടുന്ന ഒരുപാട് മേഖലകൾ അങ്ങനെ കടന്നു വരികയാണ്. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇന്ന് നമ്മുടെ ചെറിയ മക്കളുടെ മനസ്സ് വരെ മലീമസമാക്കുന്ന വൃത്തികെട്ട ചാനൽ സംസ്കാരത്തിന്റെ ലോകത്ത് നമ്മളുള്ളത്. അവിടെ നമ്മൾ എന്ത് ചെയ്തു? മതത്തെ മാറ്റിവെച്ചു. ഇറക്കിവെച്ച കേബിളുകൾ വഴി കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളുടെ നീണ്ട നിര അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് വൈകുന്നേരത്ത് കിടക്കുന്ന നേരത്ത് എന്നിട്ട് സൂറത്തുകൾ ഓതിയിട്ട്, കയ്യിലൂതിയിട്ട് അല്ലെങ്കിൽ ഓതിയിട്ട് ശരീരത്തിൽ തടവിയിട്ട് വലത്തെ കവളിൽ വലത്തെ കൈവച്ചിട്ട് തല വടക്കോട്ടും കാല് തെക്കോട്ടും അവനവന്റെ ദൃഷ്ടി പടിഞ്ഞാട്ടുമായി കിടന്നിട്ട് ഒരു വല്ലാത്ത റസൂല് പഠിപ്പിച്ച കിടത്തം കിടന്നിട്ട് അങ്ങനെ പ്രാർത്ഥിച്ച് ഉറക്കത്തിലേക്ക് പോകേണ്ടതിന് പകരം പാതിരാവോളം ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്നിട്ട് റിമോട്ടുകളിലൂടെ മാറി ചാനൽ മാറി കണ്ട് മനസ്സ് നശിപ്പിച്ച്, ശരീരത്തെ നശിപ്പിച്ച്, ആന്തരികാവയവങ്ങളെ പോലും നശിപ്പിച്ച്, അങ്ങനെ ഉറക്കം പോലുമില്ലാതെ രാത്രി നട്ടപ്പാതിരക്ക് അങ്ങനെ ചാഞ്ഞ് ബെഡിലേക്ക് മറിഞ്ഞു പോവുകയും ഒരു കയ്യിൽ നിന്ന് റിമോട്ട് താഴേക്ക് വീണുപോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുള്ള കുടുംബ ജീവിതത്തിനകത്ത് എത്രയോ കുടുംബങ്ങളിൽ എത്രയോ മക്കൾ നെറ്റിന്റെ മുമ്പിൽ, ചാറ്റിംഗിൽ, അശ്ലീലമായ SMS-ന്റെ മുമ്പിൽ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെയൊക്കെ കൂട്ടക്കാർക്കിടയിൽ, നമ്മുടെയൊക്കെ സ്വന്തക്കാർക്കിടയിൽ എത്രയെത്ര കാഴ്ചകളാ. നമ്മൾ അവിടെ വിളിക്കേണ്ടത് കാണാ കാഴ്ചകൾ, അതിനെയാ വിളിക്കേണ്ടത് കാണാ കാഴ്ചകൾ. വല്ലാത്ത കാഴ്ച. എത്ര അവിടെ മതത്തെ മാറ്റി നിർത്തുക. എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് നിങ്ങള് 2-3 വയസ്സാകുമ്പോഴേക്കും, 2-3 വയസ്സ് ശ്രദ്ധിച്ചല്ലോ. നമ്മള് കുറച്ചു മുമ്പത്തെ പത്രത്തിൽ ഒരു വാർത്ത ശ്രദ്ധിച്ചല്ലോ. ഏകദേശം 2 വയസ്സ് മാത്രം പ്രായം തന്നെക്കാൾ കുറവുള്ള ഒരു 4ാം ക്ലാസ്സുകാരിയെ 5ലോ 6ലോ പഠിക്കണ ഒരു കുട്ടിയെ തള്ളിയിട്ടിട്ട് വ്യഭിചാരത്തിന്റെ റിഹേഴ്സൽ നടത്തിയപ്പോ അറിയാതെ കുട്ടി വീണുപോയത് പാറമടയിലേക്കായി പോയതിനാൽ മരണപ്പെട്ടു പോയ വാർത്ത നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ വായിച്ചിട്ടില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ? എത്രയെത്ര വാർത്തകൾ, എത്രയെത്ര സംഭവങ്ങൾ. വ്യഭിചരിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന ചാനൽ സംസ്കാരം, വ്യഭിചരിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന നെറ്റ് സംസ്കാരം, വ്യഭിചരിക്കേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കുന്ന SMS-ന്റെ സംസ്കാരം നമ്മുടെ മക്കളുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ ഉമ്മറപ്പടിയിലേക്ക്, രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ആണും പെണ്ണും അല്ലെങ്കിലോ പ്രായപൂർത്തിയായവരും ആകാത്തവരും 7ാം ക്ലാസ്സുകാരനും 6ാം ക്ലാസ്സുകാരിയും അതിനുമപ്പുറത്തേക്ക് എന്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവമാണ്. 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ആദ്യത്തെ ക്ലാസ്സിൽ ഞാൻ ക്ലാസ്സിലേക്ക് കടന്നു ചെല്ലുന്ന സമയത്ത് പോലും ഒരു കുട്ടി ചെറുതായി ഒന്ന് മോങ്ങിപ്പോയ, കരഞ്ഞുപോയൊരു കുട്ടി അന്വേഷിച്ചപ്പോ പറഞ്ഞത് ആ ചെക്കൻ എന്നെ നോക്കിയിട്ട് I love you എന്ന് പറഞ്ഞു. 6 വയസ്സുള്ളൊരു കുട്ടി
നിങ്ങൾ ആലോചിക്കണം, 6 വയസ്സുള്ളൊരു കുട്ടി 7ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും അവനവന്റെ ജീവിതത്തിലെ ഹാബിറ്റുകൾ, അവനവന്റെ ജീവിതത്തിലെ ഇഷ്ടങ്ങൾ അത് ഒരു കടലാസിലാക്കി അല്ലെങ്കിൽ ഒരു SMS ആയി അല്ലെങ്കിൽ ഒരു നെറ്റ് സംവിധാനമായി അവളിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുകയും അവളിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങുകയും ഇനി നമുക്ക് ഒരുമിച്ച് ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ടോ ഇല്ലേ എന്ന് ആ ഒരു റിസൾട്ട് നോക്കി തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഒരു ആധുനിക തലമുറയാണ് നമ്മുടെ മുമ്പിൽ വളർന്നു വരുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിഷേധിക്കാനാകുമോ സഹോദരങ്ങളെ? ആരെങ്കിലും നിഷേധിക്കുകയെ? എന്തുമാത്രം ഭയാനകമായ കാഴ്ചകൾ നമ്മുടെ കുടുംബത്തിനകത്തേക്ക് മക്കളൊക്കെ വ്യഭിചാരത്തിന്റെ മേഖലയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്നു. മുസ്ലിം കുടുംബങ്ങളിൽ പോലും പൊതുസമൂഹത്തിൽ, പൗരസമൂഹത്തിൽ അതൊരു സ്ഥിരം കാഴ്ചപ്പാടായി മാറിക്കാണ്. എവിടെ? എല്ലായിടങ്ങളിലും അല്ലാഹുവിന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? ലാ തഖറബുസ് സിനാ, വ്യഭിചാരത്തോട് സമീപിച്ചു പോകരുതേ. മുഹറമാത്ത്, ഏറ്റവും വലിയ പാപമാണ്, അതിലേക്ക് നിങ്ങൾ കടന്നു പോകല്ലേ എന്ന് കൃത്യമായി ഖുർആൻ പഠിപ്പിച്ചു. വ്യഭിചരിച്ചു പോകല്ലേ എന്നല്ല, വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകല്ലേ. എന്തുകൊണ്ടാണ് വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകല്ലേ എന്ന് പറഞ്ഞപ്പോ സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, നമ്മൾ ഇറക്കിക്കൊടുത്ത കേബിൾ സംസ്കാരം വഴി നമ്മുടെ മക്കൾ കടന്നുപോയത് വ്യഭിചാരത്തിന്റെ ലോകത്തിലേക്കല്ലേ? നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ മക്കളുടെ കയ്യിൽ കൊടുത്ത മൊബൈലിന്റെ അനിയന്ത്രിതമായ ഉപയോഗം മൂലം, നമ്മുടെ നിയന്ത്രണമില്ലാത്തത് കൊണ്ട്, നെറ്റിന്റെ മുമ്പിലുള്ള മക്കളുടെ അനിയന്ത്രിതമായ ഉപയോഗം മൂലം അവരുടെ മനസ്സും അവരുടെ കണ്ണും അവരുടെ കൈകാലുകളും അവരുടെ ജനനേന്ദ്രിയവും ഒരു അർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ വ്യഭിചാരത്തിന്റെ മേഖലയിലേക്ക് കടന്നുപോയത് ഒരു നിത്യ കാഴ്ചയായി മാറുന്നത് എന്തുകൊണ്ടാണ് നമുക്കവിടെ ഇടപെടാനാകാത്തത്? വലിയൊരു വിഷയമാണ് സഹോദരങ്ങൾ, ശരിക്കും നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. നിങ്ങൾ അയച്ചു അള്ളാന്റെ ഖുർആൻ ശരിക്കും സൂചിപ്പിച്ചൊരു വിഷയം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി കണിശമായി പറഞ്ഞൊരു വിഷയം. യാ മഅ്ശറശ് ശബാബ്, അല്ലയോ ചെറുപ്പക്കാരിൽ ഏറെ കാണുന്നൊരു വിഷയം എന്താ അറിയോ? യാ മഅ്ശറശ് ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബഅത ഫൽയതസവ്വജ്. നിങ്ങളെ കൂട്ടത്തിൽ കല്യാണം കഴിക്കാനായവരുണ്ടെങ്കിൽ നിങ്ങൾ കല്യാണം കഴിക്കണം. എന്തിനാ? കണ്ണിന്റെ ദൃഷ്ടിയുടെ നിയന്ത്രണം, ഗുഹ്യാവയവത്തിന്റെ സംരക്ഷണം. എന്താണ് ബാഅത്ത് എന്നുള്ള പദം? ആ പദങ്ങൾ അറിയാനോട് ചോദിച്ചു നോക്കി. എന്താ ബാഅത്ത് എന്നറിയോ? ലൈംഗികമായ ശേഷി അല്ലേ? ലൈംഗിക ശേഷി, കഴിവ്. ഒരു 16-കാരനില്ലേ എന്ന കഴിവ്? ഒരു 17-കാരനില്ലേ? 19-കാരനില്ലേ? നമ്മുടെ പല മക്കളും എത്ര വയസ്സാകുമ്പോഴാണ് വിവാഹിതരാകുന്നത്? ഒരർത്ഥത്തിൽ എന്റെ രക്ഷിതാക്കളിൽ നമ്മൾ നന്നായി പഠിക്കേണ്ട ഒരു ഹദീസാണ് ഈ ഹദീസ്, റസൂലുള്ളാഹി പഠിപ്പിച്ച ഹദീസ്. അതുകൊണ്ട് യുവാക്കളോട് റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്നത് നിങ്ങൾ വിവാഹം കഴിക്കണമെന്നാണ്. നിങ്ങളുടെ കണ്ണിനെ സൂക്ഷിക്കാൻ, നിങ്ങളുടെ ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കാൻ അത് കൃത്യമായി റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തന്നു, റസൂലുള്ളാഹി പഠിപ്പിച്ചു തന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ഇനി നിങ്ങൾക്കതിന് സാധ്യമല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കണം. നിങ്ങൾ ആലോചിച്ച്, കല്യാണം കഴിക്കാൻ കഴിഞ്ഞാൽ നോമ്പ് നോൽക്കണം. എന്തുകൊണ്ടൊക്കെ കഴിയാതെ പോകും കല്യാണം കഴിക്കല്? ഹദീസിൽ പറഞ്ഞ ആശയത്തിൽ മാത്രമല്ല, ജോലിയായിട്ടില്ല, വിദ്യാഭ്യാസം പൂർത്തിയായിട്ടില്ല, അല്ലെങ്കിലോ എന്റെ താഴെ കല്യാണം കഴിപ്പിക്കാൻ പ്രായത്തിലുള്ള മക്കളുണ്ട്, പെൺകുട്ടികളുണ്ട്, അവരെ കഴിപ്പിച്ചു വിടാതെ 19-കാരനായ എന്നെ കൊണ്ട് എന്റെ പിതാവ് കല്യാണം കഴിപ്പിക്കില്ല. നമ്മുടെ നാട്ടിലൊരു ആചാരമല്ലത്. അതുകൊണ്ട് ആ പ്രായത്തിലുള്ള ആ ശേഷിയൊത്ത ചെറുപ്പക്കാരോട് റബ്ബിന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന, നിങ്ങൾ നോമ്പെടുക്കണം. അത് നിങ്ങൾക്ക് സുരക്ഷയാണ്. നിങ്ങളുടെ ലൈംഗിക ജീവിതത്തിന്റെ സുരക്ഷയാണത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആ ലോകത്തുള്ള സുരക്ഷ ശരിക്കും അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ മക്കൾ ഇടപെട്ടു പോകുന്നതിൽ നിന്ന് അവരെ കരകയറ്റാനുള്ള ഒരു രക്ഷയുടെ മാർഗമായിട്ടാണ് പടച്ച തമ്പുരാനും അവന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വിവാഹത്തെ പറ്റി പഠിപ്പിച്ചിരുന്നത്. ശരിക്കാലേക്കാല ചെറുപ്പക്കാരെന്ന സിനയിൽ സാർവത്രികമാണ്. ഞാനിത് പറയുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന ആരും പ്രയാസപ്പെടേണ്ടതില്ല, ഈ ശബ്ദം കേൾക്കുന്ന ആരും പ്രയാസപ്പെടേണ്ട. ഇന്ന് കൗമാരക്കാരിൽ സിന സാർവത്രികമാണ്. എവിടെ? എല്ലായിടത്തും. പടച്ച തമ്പുരാൻ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, നമ്മുടെ മക്കളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ ശരിക്കും ബോധ്യപ്പെട്ട, ബസ്സിലും ബസ് സ്റ്റോപ്പിലും ക്യാമ്പസിലും അക്കാദമിക ലോകത്തും എല്ലാ സ്ഥലങ്ങളിലും കല്യാണ വീടുകളിലും മനുഷ്യർ കൂടിച്ചേരുന്നിടത്തൊക്കെ
സിന സാർവത്രികമാകുന്നു. എങ്ങനെ സിന? അള്ളാന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫസിനൽ ഐനിൻ നദർ. കണ്ണുകൊണ്ടൊരു വ്യഭിചാരം. സ്വഹീഹുൽ ബുഖാരി. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്താ അറിയോ? നോട്ടമാണ്. നോട്ടം സാർവത്രികമാണ്. അള്ളാന്റെ ഹബീബ് പറയാ, അൽ ഐനാനി തസ്നിയാൻ വൽ യദാനി തസ്നിയാൻ വൽ റിജ്ലാനി അൽ ഐനാനി തസ്നിയാൻ വൽ യദാനി തസ്നിയാൻ വൽ റിജ്ലാനി തസ്നിയാൻ വൽ ഫർജു യസ്നി. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ട് കണ്ണ് വ്യഭിചരിക്കും, രണ്ട് കരങ്ങളും രണ്ട് കാലുകളും ഗുഹ്യാവയവും വിഭജിക്കും. എന്താ മാർഗം? എന്താ മാർഗം? വിചാരത്തിൽ നിന്ന് സുരക്ഷ എന്താ? വിവാഹമാണ്. വിവാഹം ശരിക്കും മനുഷ്യനെ സുരക്ഷയായിട്ട് ഇസ്ലാം പഠിപ്പിച്ചു. എന്നാ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏത് അസംബന്ധങ്ങളിൽ നിന്നും അനാശാസ്യങ്ങളിൽ നിന്നും മനുഷ്യനെ തടയാൻ വിവാഹത്തിന് കഴിയുമെങ്കിൽ, നമ്മളൊക്കെ വിവാഹിതരല്ലേ? അതെ. നമ്മളിൽ പലരും വിവാഹിതരല്ലേ? അതെ. നമ്മുടെ വിവാഹ ജീവിതം കൊണ്ട് ആ അർത്ഥത്തിലുള്ളൊരു സുരക്ഷ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? ശരിക്കും വളരെ ആദർശപരമാണ് വിവാഹമെങ്കിൽ, കുടുംബജീവിതമെങ്കിൽ, ഇണകൾ തമ്മിലുള്ള ബന്ധമെങ്കിൽ, അവിടെ മക്കളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധമെങ്കിൽ അതൊരു കൊച്ചു സ്വർഗമാണ്. മറിച്ചാണെങ്കിലോ നരകവുമാണ്. നരകവുമാണ്. കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട വിഷയം. ഒരു പ്രമാണത്തെ, വിശുദ്ധ ഖുർആനിനെയും തിരുസുന്നത്തിനെയും മതത്തെ അടിസ്ഥാനമാക്കി മുന്നോട്ടു പോകുന്ന ഒരു കുടുംബ ജീവിതത്തിന്റെ സംസ്കാരമാണോ നമ്മുടേത്? ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അങ്ങനെയാണോ നമ്മൾ പഠിച്ചത്? അങ്ങനെയാണോ കുടുംബത്തിനകത്തുള്ളത്? അവിടെ ഇണകൾ തമ്മിലുള്ള ബന്ധത്തിൽ ഇസ്ലാമിന്റെ മര്യാദകൾ പാലിക്കാറുണ്ടോ? ഇപ്പൊ എന്റെ മുമ്പിലിരിക്കണ നിങ്ങളോടും സംസാരിക്കണം, എന്നോട് ചോദിക്കാണ്, നമ്മളൊക്കെ ഇപ്പൊ എന്തിനാ ജീവിക്കണ? ആർക്ക് വേണ്ടിയാ? എന്തിനു വേണ്ടിയാ ചോദിച്ചാൽ നമ്മൾ പറയും, നമ്മുടെ ഭാര്യമാർക്കും മക്കൾക്കും കുടുംബക്കാർക്കും സ്വന്തക്കാർക്കും കൂട്ടക്കാർക്കും ഒക്കെ വേണ്ടിയാണെന്നാണ്. അല്ലേ? നമ്മൾ ഗൾഫ് പോയത്, നമ്മൾ തൊഴിലെടുത്തത്, നമ്മൾ വ്യാപാരം നടത്തുന്നത്, നമ്മളെ കഷ്ടപ്പാടുകൾ മുഴുവനും നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. നമ്മുടെ ഭാര്യമാരെ ചോദിച്ചാൽ അവരും തന്നെ പറയാം, എന്റെ ഭർത്താവിന് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി. നിങ്ങൾ ആലോചിച്ചു, ശരിക്കും ആലോചിച്ചു. എന്നാൽ ഈ ഭാര്യയും ഈ ഭർത്താവും ഈ മക്കളും ഈ രക്ഷിതാക്കളും ഒക്കെ അവര് തമ്മിലുള്ള ജീവിതം, ആ ഒരുമിച്ചുള്ള ജീവിതം പലപ്പോഴും നമുക്ക് ആശയ്ക്ക് വക നൽകുന്നതാണോ? പ്രതീക്ഷക്ക് വക നൽകുന്നതാണോ? കുടുംബ ജീവിതത്തിൽ അടിസ്ഥാനപരമായി ഉണ്ടാകേണ്ടുന്ന സമാധാനം എന്ന് പറയുന്ന ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് മതത്തിന്റെ രക്ഷ കുടുംബ ജീവിതത്തിനകത്ത് നിറവേറാതെ പോയതിലുള്ള ഉള്ളിലെ സങ്കടങ്ങൾ നമ്മൾ പലപ്പോഴും പലരിടത്തും പറഞ്ഞു തീർക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല അവളെന്നാണ്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയില്ല അവനെന്നാണ്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എന്റെ മക്കള് വളർന്നു വന്നില്ലെന്നാണ് പല രക്ഷിതാക്കളും പറയാറുള്ളത്. എന്റെ പ്രതീക്ഷക്കൊത്ത് വന്നില്ല. നിങ്ങൾ ആലോചിച്ചു. അള്ളാഹ് പറയാ, നേരത്തെ ഇവിടെ തുടക്കത്തിൽ ആമുഖത്തിൽ എന്റെ സഹോദരൻ പറഞ്ഞു, ഇവിടെ പങ്കെടുക്കാത്ത പലരെയും നമ്മൾ ക്ഷണിക്കണം, പലരെയും ക്ഷണിക്കണം. ക്ഷണിക്കേണ്ടതിന്റെ വ്യത്യസ്തമായ രീതികൾ പറഞ്ഞു. അതെ, പലരെയും ക്ഷണിക്കണം. ഇനി ചോദിക്കുക, എന്തേ നിങ്ങൾ വരാഞ്ഞു? എന്തേ നിങ്ങളെ കാണാഞ്ഞു? എന്തേ നിങ്ങൾ അവിടെ വരാത്തത്? നിങ്ങൾ സ്ഥിരമായി വരുന്ന ആളല്ലേ എന്ന് ചോദിച്ചാൽ അയാൾ പറയാ, എന്റെ കുടുംബക്കാർക്ക്, കൂട്ടക്കാർക്ക്, സ്വന്തക്കാർക്ക്, ജ്യേഷ്ഠന്റെ വിഷയത്തില്, ഭാര്യയുടെ വിഷയത്തില്, മക്കളുടെ വിഷയത്തില്, അങ്ങനെ വ്യത്യസ്തമായ കാരണങ്ങൾ പറഞ്ഞുള്ള നെട്ടോട്ടത്തെക്കുറിച്ച്, പ്രയാസത്തെക്കുറിച്ച് പറയുന്ന ഒരാളെ പറ്റിയാകാം, അങ്ങനത്തെ ഒരാളെ ആകാം നിങ്ങളുടെ മുന്നിൽ കാണുക. അള്ളാഹ് പറഞ്ഞതറിയും. അള്ളാഹ് പറഞ്ഞെന്താ വെച്ചാല് 13-ാം അധ്യായം സൂറത്തുൽ റഅദിന്റെ 23 കാണാം, നാളെ പരലോകത്ത് വന്നാലും ഇതേ ഒരവസ്ഥയെ പറ്റി നിങ്ങൾ ആലോചിക്കണം. ഞാൻ അവിടുന്ന് നിങ്ങളെ ഈ വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് കൊണ്ടുവരാം. നല്ലോണം ശ്രദ്ധിക്കണം, ഉള്ള ആള് നല്ലോണം ശ്രദ്ധിക്കണം. എന്താ വിഷയം? ഇവിടെ ആർക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടോ, സൂറത്ത് അബസയിൽ നിങ്ങൾ ആർക്കൊക്കെ വേണ്ടി കഷ്ടപ്പെട്ടോ അവരെയൊക്കെ മാറ്റി നിർത്തി ഒരു സ്വതന്ത്ര അസ്തിത്വവാദം ഉന്നയിക്കുന്ന ഒരു ലോകമാണ് ശരിക്കും പറയുന്നത്. ഇന്നിപ്പോ എന്തേ കാണാഞ്ഞോ? ജ്യേഷ്ഠന്റെ ഒരു വിഷയത്തിന്. ഇന്നെന്തേ കാണാഞ്ഞോ? പെണ്ണുങ്ങൾക്ക് സുഖമില്ലായിരുന്നു. ഇന്നെന്തേ കാണാഞ്ഞോ? മൂപ്പരുടെ ഒരു വിഷയത്തിന് പോയിരുന്നു. ഇന്നെന്തേ കാണാഞ്ഞോ? മക്കളെ വിഷയത്തിന്. ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാകാം. ആകെ നെട്ടോട്ടം ദുനിയാവില് കുടുംബക്കാർക്ക് വേണ്ടി. അള്ളാഹ് പറഞ്ഞറിയോ, യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ
വസ്വാഹിബതിഹി വബനീ لكل امرئ منهم يومئذ شأن يغنيه يوم يفر المرء من أخيه സഹോദരൻ തന്റെ സഹോദരനെ കാണുമ്പോൾ ഓടിപ്പോണ ദിവസം വഉമ്മിഹി വഅബീ ഉമ്മാനെ വാപ്പാനെ കാണുമ്പോൾ മക്കൾ ഓടുന്ന ദിവസം വസ്വാഹിബതിഹി വബനീ ഇണയെ കാണുമ്പോ ഇണ, ഭാര്യനെ കാണുമ്പോ ഭർത്താവ്, ഭർത്താവിനെ കാണുമ്പോ ഭാര്യ ഓടിപ്പോകുന്ന നമ്മുടെ നെഞ്ചിൽ, നമ്മുടെ മാറിൽ, നമ്മുടെ മടിത്തട്ടിൽ, നമ്മുടെ തോളിൽ, നമ്മുടെ വിരലിന്റെ അറ്റത്ത് എല്ലാറ്റിനേക്കാളും പരമപ്രധാനമായി ഈ ദുനിയാവിനകത്ത് കണ്ണിന്റെ കുളിർമയായി, കാരുണ്യത്തിന്റെ ഖേദാരമായി നമ്മൾ കൊണ്ടു നടക്കുന്ന അവളില്ലെങ്കിലും എനിക്കെന്റെ കുഞ്ഞുണ്ടായാൽ മതി എന്ന് പറയുന്ന, അയാളില്ലെങ്കിലും എനിക്കെന്റെ കുഞ്ഞുണ്ടായാൽ മതി എന്ന് പറയുന്ന, ഞാൻ നിങ്ങളുമായി ഇപ്പോഴും ഈ ദുരിതങ്ങൾ മുഴുവൻ സഹിച്ചിട്ടും നിങ്ങളുടെ കൂടെ ജീവിക്കുന്നത് എന്റെ കുഞ്ഞിനെ വേണ്ടി, എന്റെ കുഞ്ഞിനെ മാത്രം ഓർത്തിട്ടാണെന്ന് പറയുന്ന ഈ കുഞ്ഞിനെ വരെ വിട്ടേച്ചിട്ടോടി പോണ ഒരു വല്ലാത്ത കാലഘട്ടം പരലോകത്ത് ഓരോരുത്തർക്കും വരേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചോക്കി ശരിക്കും നമ്മുടെ മനസ്സിൽ കടന്നു വരേണ്ട ഒരു വിഷയം. ഇങ്ങനെയാവുമ്പോ ശരിക്കും നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിക്കാൻ നമുക്ക് കഴിയും. നമ്മുടെ ഭാര്യ ആരാകണം, നമ്മുടെ ഭർത്താവ് എങ്ങനെയാകണം, നമ്മുടെ മക്കൾ എങ്ങനെയാകണം, നമ്മുടെ രക്ഷിതാക്കൾ ഏത് നിലക്കാണ് നമ്മളോട് സഹകരിക്കേണ്ടത് എന്നൊക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയാൽ കുടുംബജീവിതം മനുഷ്യന് രക്ഷയാണെന്ന് ബോധ്യമാകും. ഭാര്യക്ക് ഭർത്താവ് രക്ഷ, തിരിച്ച് രക്ഷ. മക്കള് രക്ഷിതാക്കൾക്ക് സുരക്ഷ, തിരിച്ച് സുരക്ഷ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് ഇല്ലാത്തത് എന്താ? അതാണ്. കിട്ടേണ്ടത് എന്താ? അതാണ്. ഏത്? രക്ഷയാണ്. അള്ളാഹ് കൃത്യമായിട്ട് പഠിപ്പിച്ചു ഇണകൾ തമ്മിലുള്ള ബന്ധത്തെ പറ്റി കൃത്യമായിട്ട്. ഞാനൊരു കുടുംബ ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ വിഷയം പറഞ്ഞപ്പോ ആ ഗൗരവം ബോധ്യപ്പെടും. കുടുംബ ബന്ധത്തെ പറ്റി കൃത്യമായിട്ട് പഠിപ്പിക്കാം. ശരിക്കും എന്താ കല്യാണം? ഞാൻ സാധാരണ വിവാഹത്തിന്റെ വേദിയിലൊക്കെ പറയുന്നു, കുടുംബ ക്ലാസ്സിലും പറയുന്നു. ശരിക്കും എന്താ കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ? കല്യാണം കഴിച്ച എത്രയോ ആൾക്കാരുടെ മുമ്പിലുണ്ട്. നമുക്കിപ്പോഴും അറിയില്ല എന്താ കല്യാണം. കല്യാണം കഴിക്കാതെ പെണ്ണിനെ പോയി കാണാൻ ഇഷ്ടപ്പെടുക, എന്നിട്ട് രണ്ടാളും കൂടി ഒന്നിച്ചിരിക്കുക, നിക്കാഹ് നടത്താം, കല്യാണമായി. പിന്നെ ലൈംഗിക ബന്ധം, അങ്ങനെ മക്കള്, അങ്ങനെ ഒരു ജീവിതം. വിവാഹത, അതാണ് വിവാഹം. എന്നാൽ സത്യത്തിൽ എന്തിനാണ് വിവാഹം ചോദിച്ചാൽ ഇപ്പോൾ ഉത്തരല്ല. കുറിച്ചു വെച്ചോളൂ, പഠിച്ചു വെച്ചോളൂ ഈ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകൾ. എന്തിനാണ് വിവാഹം? 30-ാം അധ്യായം സൂറത്ത് റൂമിന്റെ 31-ാമത്തെ വാചകം പടച്ചോൻ പറയാണ്. ഇതിനറിയ കല്യാണം സമാധാനത്തോടു കൂടി ജീവിക്കാനാണ്. വല്ലാത്തൊരു സംഭവം തന്നെ. എല്ലാരും പറയില്ല കല്യാണം കഴിച്ചോടുകൂടി ഉള്ള സമാധാനം കൂടി പോയിന്ന അല്ലേ? ചെങ്ങായെ വെറുതെ ഇടങ്ങാറാ നിൽക്കണ്ട, 28 38 കെട്ടണ്ടാന്നാ ഉള്ള സമാധാനം പോകും. ഞങ്ങളിപ്പോ കുടുങ്ങിയത് പൈലാന്ന അല്ലേ? അല്ലാഹു പറയുന്നത് വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തമായിട്ട് പറയാൻ എന്തറിയോ? മനുഷ്യർക്ക് മനുഷ്യരിൽ നിന്ന് തന്നെ ഇണകളെ ഉണ്ടാക്കി തന്നത് അവന്റെ ദൃഷ്ടാന്താണ്. തമാശയായിട്ട് തോന്നുന്നറിയോ? ഇപ്പൊ ഒരാളിങ്ങനെ നടന്നു വരാം, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ്, നമ്മളെ കൂടെ ബാക്കിൽ ഒരു ആടോ പശുവോ മൂരിയോ എന്തേലും ആരാഴ്ച എന്റെ പുതിയ പെണ്ണുങ്ങളാണ്. അങ്ങനെ ഉണ്ടാവും. തമാശ. സാധാരണ ഇപ്പൊ ചിലർ പറയലുണ്ട്, തത്വത്തിൽ അങ്ങനെ തന്നെയാണ്, പറയലില്ലെങ്കിലും സാധനം അത് തന്നെയെന്നാ പറയുന്നത്. അതെന്ന് വെച്ചാൽ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ കൊണ്ട് അസ്വസ്ഥത ഉണ്ടാകും. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഇവിടെ എന്താ അള്ളാഹ് പറഞ്ഞറിയോ? നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഇണകൾ ഉണ്ടാക്കിയതിനറിയോ? നിങ്ങൾ രണ്ടാളും സമാധാനത്തോടു കൂടി ജീവിക്കാനാണ്. ദാമ്പത്യ ജീവിതം രക്ഷയാണ്, പ്രൊട്ടക്ഷൻ, സുരക്ഷ. ഈ ഒരു ജീവിതം സഹോദരിമാരെ, സഹോദരങ്ങളെ, ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ളവരെ, നമ്മുടെ ജീവിതം പരസ്പരം രക്ഷയുടെ അടിസ്ഥാനത്തിലാണോ? എന്റെ ഭാര്യയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് സമാധാനം ഉണ്ടാകലുണ്ടോ? എന്റെ ഭർത്താവിനെ പറ്റി ആലോചിക്കുമ്പോ എന്റെ മനസ്സിൽ സമാധാനം ഉണ്ടാകലുണ്ടോ? ഉണ്ടാകാനുള്ള മുഴുവൻ നിയമങ്ങളെയും വിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഉണ്ടാകാനുള്ള മുഴുവൻ നിയമങ്ങളെയും എങ്ങനെ അത് ഉണ്ടാകാ എന്നതിനാവശ്യമായതൊക്കെ കൃത്യമായിട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് പറഞ്ഞുതരാൻ, ഭാര്യ, ഭർത്താവ്, ഈ മക്കൾ, ഇവരെ പറ്റി കൃത്യമായൊരു കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരാം.
അല്ലാഹ് വിളിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലേ വിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറൂ. നിങ്ങളെ ഭാര്യമാർക്കിടയിലും നിങ്ങൾക്ക് മക്കൾക്കിടയിലും നിങ്ങൾക്ക് ശത്രുവുണ്ട്, അതുകൊണ്ട് എന്ത് വേണം? സൂക്ഷിച്ചോളണം. ഖുർആനിൽ ഇണയെപ്പറ്റിയും മക്കളെപ്പറ്റിയും ശത്രു എന്ന് പ്രയോഗിച്ച ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം. എന്നാൽ അതേ ഖുർആനിൽ തന്നെ രണ്ടിടത്ത് ഖുർറത അയ്യുൻ എന്ന പ്രയോഗം കാണാം. ഒന്ന്, ഞാനും നിങ്ങളും ഇരിക്കുന്നത്, ക്ഷമിച്ചിരിക്കുന്നത്, സഹിച്ചിരിക്കുന്നത് എന്തിനാ? സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട്. ആ സ്വർഗത്തെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഖുർറത അയ്യുൻ. രണ്ടാമത്തേത് ഖുർആൻ ഖുർറത അയ്യുൻ എന്ന് പ്രയോഗിച്ചത് ഇണയെയും മക്കളെയും പറ്റിയാണ്. ഖുർറത അയ്യുൻ, കണ്ണിന് കുളിർമ. ആര്? ഭാര്യ. ആര്? ഭർത്താവ്. ആര്? മക്കൾ. പക്ഷെ ഖുർആൻ വേറെടുത്ത് പറഞ്ഞതാ ശത്രുവാണ്. സന്ദർഭങ്ങളുണ്ട്, വ്യത്യാസങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ഇതേ ഖുർആൻ തന്നെ ഒരു ഭാഗത്ത് മക്കളെ പറ്റി പറയുന്നത് ഖുർറത അയ്യുൻ എന്നാണെങ്കിൽ വേറൊരു ഭാഗത്ത് മക്കളെ പറ്റി പറയുന്നത് സീനത്താണ്. വേറൊരു ഭാഗത്ത് മക്കളെ പറ്റി പറയുന്നത് പരീക്ഷണമെന്നാണ്. ഇതൊക്കെ ഖുർആന്റെ പ്രയോഗ. മക്കള് പരീക്ഷണം. നിങ്ങൾ ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞു പോകണം. ഇരിക്കട്ടെ, അവിടേക്ക് പ്രവേശിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് ഒരു കാര്യം പഠിക്കാൻ വേണ്ടി പറയാം. ഞാൻ ചോദിക്കട്ടെ, ഭാര്യയും ഭർത്താവും എന്ന നിലക്ക് ഇസ്ലാം പഠിപ്പിച്ച നിയമങ്ങളെ ജീവിതത്തിലേക്ക് പുലർത്തിക്കൊണ്ടുവന്നാൽ എന്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതത്തിനകത്ത് അതൊരു രക്ഷയായി മാറും എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന എത്ര ആളുകളുണ്ടാവും മുസ്ലിങ്ങളെ കൂട്ടത്തിൽ? വളരെ ഗൗരവത്തോട് കാണാം. എന്നും പ്രശ്നങ്ങളാ കുടുംബജീവിതത്തിൽ, എന്നും. അതൊരു പരീക്ഷണം കൂടിയാണ്. ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവർക്ക് സ്വർഗമുണ്ട്. പക്ഷെ വിജയിക്കാൻ കഴിയണം. അതിനു മുമ്പ് എങ്ങനെയാണ് അത്തരം ഒരു പരീക്ഷണത്തിലേക്ക് മനുഷ്യരാശി എത്തിപ്പെട്ടതെന്ന ചോദ്യത്തിന് കുടുംബജീവിതം മനുഷ്യന് സുരക്ഷയായി വർത്തിക്കുന്നതിന്റെ അടിസ്ഥാന ഘടകമായ വിവാഹ ജീവിതത്തിൽ അയാള് റബ്ബും റസൂലും പഠിപ്പിച്ച വിഷയത്തിന് പ്രാധാന്യം കൊടുക്കാതെ ഭൗതികമായ കാഴ്ചപ്പാടുകൾക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് കൊണ്ടുണ്ടായ അസംബന്ധങ്ങളും അപകടങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാണ് ഇന്ന് ഞാൻ നിങ്ങൾ അനുഭവിക്കുന്നതിൽ ഒറ്റ കാര്യം. എന്താ കുടുംബജീവിതം തെരഞ്ഞെടുക്കുന്നിടത്ത്, ജീവിതത്തിന് മുമ്പിലേക്ക് തുറന്നു വരുന്നിടത്ത് നമ്മൾ സ്വീകരിക്കേണ്ടത് എല്ലാവരും എന്താ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ദീൻ നോക്കാൻ. മുജാഹിദിന്റെ മോനും മോളാണോന്നല്ല, അസ്ലുമ പഠിച്ചാണോ അല്ലേന്നല്ല, അല്ലെങ്കിൽ മൗലവിയാണോ അല്ലേന്നല്ല, ദീനുണ്ടോ അല്ലേ നോക്കാൻ നമ്മൾ നോക്കിയില്ല. ഇന്ന് കൂട്ടിമുട്ടിച്ചു നോക്കണം. ദീനുമായിട്ടല്ല കൂട്ടിമുട്ടിക്കണം. പിന്നെ PGയും ഡിഗ്രിയും അല്ലേ? ഇങ്ങനെയാണ് പ്രൊഫഷണലിസവും പ്രൊഫസറും, എഞ്ചിനീയർ, ഡോക്ടറും ടീച്ചറും മാഷും. ഭയങ്കര കോമ്പിനേഷൻ അല്ലേ? മൗലവി അഫ്ദുൽ മക്കാരി, അതല്ലാതെ വേറൊന്നുമില്ല. ഇങ്ങനെ മുടിച്ചു നോക്കണം. ഇങ്ങനെയുള്ള ഒരു ജീവിതമാണ് മനുഷ്യരാശി തെരഞ്ഞെടുത്തതാലും ആ തെരഞ്ഞെടുപ്പിനനുസരിച്ച്, പാളിയ തെരഞ്ഞെടുപ്പിനനുസരിച്ച് പിന്നീട് മുന്നോട്ട് പോകുന്ന ജീവിതം ഒരിക്കലും അതൊരു സമാധാനം തരാത്തതായതിൽ അടിസ്ഥാനപരമായ ഉത്തരവാദികളാരാ? നമ്മൾ തന്നെ. പരിഹാരം എന്താ? കുടുംബ ജീവിതത്തിലെ രക്ഷയുടെ പരിഹാരം എന്താ? അതിനെ അല്ലാഹുവിലേക്കും റസൂലിലേക്കും തിരിച്ചുകൊണ്ടുവരാ. ശരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, ഇന്ന് രാവിലെ ഇറങ്ങി വരുമ്പോ നിങ്ങൾ സലാം പറഞ്ഞിട്ട് മക്കൾ മറക്കാതിരുന്നിട്ടുണ്ടോ? നിങ്ങളോട് ഏതെങ്കിലും മക്കള് സലാം പറയാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ മക്കള് തിരിഞ്ഞു കളഞ്ഞിട്ടുണ്ടോ? എങ്കിൽ പേടിച്ചോളി. അത് ശത്രു തന്നെ, അത് പരീക്ഷണമാണ് അല്ലെ? പരീക്ഷണത്തിൽ ചെയ്യണം വിജയിക്കാൻ കഴിയണം. അത് കഴിഞ്ഞ പ്രാവശ്യം കേട്ട ഒരു വിഷയമായിരിക്കാം. ആ പരീക്ഷണത്തിൽ എങ്ങനെ വിജയിക്കാൻ കഴിയാ? എങ്ങനെയാണ് വിജയിക്കാൻ കഴിയാ? രക്ഷയായി എന്താ കടന്നു വരിക? മതം, ഇസ്ലാം, അള്ളാഹുവിന്റെയും റസൂലിന്റെയും വാക്കുകൾ എങ്ങനെ കടന്നു വരും? ഇവിടെ നമ്മൾ പഠിക്കുന്ന മറ്റൊരു വിഷയം മക്കളുടെ സുരക്ഷ. ശരിക്കും നമ്മൾ പഠിക്കേണ്ട വിഷയം മക്കളുടെ സുരക്ഷ അഥവാ കുടുംബ ജീവിതത്തിന്റെ ഭദ്രത. അത് ശരിക്കും നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഒരു കുഞ്ഞ് നന്നായി വരണമെങ്കിൽ, ഒരു കുട്ടി വലുതായി വരണമെങ്കിൽ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കും? ഭക്ഷണവും വസ്ത്രവും താമസവും ഒക്കെ ശ്രദ്ധിക്കും. എന്നാൽ ഒരു കുട്ടി സംസ്കാരമുള്ളവനായി വരണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കുന്നില്ല? അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ കോടതിയിലേക്ക് ഒരു വൃദ്ധൻ കടന്നു വന്നു. ഒരു വാപ്പ
കടന്നു വന്ന വാപ്പ 3 പരാതികളാ മുന്നിൽ വെച്ച്. 3 പരാതി. അല്ലെങ്കിൽ വാപ്പ പറഞ്ഞത്, എന്റെ മോൻ എന്നെ പരിചരിക്കണില്ല, ഓൻ എന്നെ വേണ്ട, എന്റെ മോനെന്നെ വേണ്ട എന്ന് പറഞ്ഞ പിതാവിന്റെ മുന്നിൽ മകനെ കൊണ്ടുവരുന്നു. എന്നിട്ട് മകനോട് ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ, അല്ല ഇങ്ങനെ ഒരു ആക്ഷേപമുണ്ട്, ശരിയാണോ? മോൻ പറയണതേ ശരിയാണ്, ശരിയാണ്. പൊന്ന അമീറുൽ മുഅ്മിനീൻ, എനിക്ക് താങ്കളോട് അന്വേഷിക്കാനുള്ളത്, ഒരു മകന് തന്റെ പിതാവിനോട്, രക്ഷിതാവിനോട് ബാധ്യതകൾ ഉള്ളതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് മക്കളോടും ബാധ്യതയില്ലേ? ഉണ്ട്. അമീറുൽ മുഅ്മിനീൻ പറഞ്ഞു, ഉണ്ട്. എന്നാൽ എന്റെ രക്ഷിതാവ് എന്നോടുള്ള ബാധ്യത നിർവഹിക്കുന്നവനായിട്ടില്ല. ഒന്നാമത്തത് അദ്ദേഹത്തിന് പറ്റിയ പാളിച്ച, എനിക്ക് അദ്ദേഹം നല്ലൊരു മാതാവിനെ, ഒരു ഉമ്മയെ തെരഞ്ഞെടുത്തു തന്നിട്ടില്ല. എന്നെ പ്രസവിച്ച എന്റെ ഉമ്മ അടിമ സ്ത്രീയാണ്, മുശ്രിക്കും